നമ്മുടെ ലൈഫ് സ്റ്റോറിയിൽ ഇന്ന് ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡില് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ രജീഷാണ്. എന്താണ് രജീഷേ? പിന്നെ എന്തായാലും ഈ ഒരു അവസരത്തില് എനിക്ക് ഏകദേശം 10-20 വർഷത്തിന് മുമ്പേ അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് രജീഷ്. എന്റെ കളിക്കൂട്ടുകാരനാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് ഫേസ്ബുക്കിലും അല്ലാതെയൊക്കെ ആയിട്ട് തന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ, ബ്ലഡ് ഡൊണേഷനും അതേപോലെ കോവിഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഒരു കോൺഗ്രസ് കുടുംബമായിരുന്നു അല്ലേ? കോൺഗ്രസ് കുടുംബം. അവിടെ നിന്നും ഇപ്പോ എല്ലാം മാറി അത്യാവശ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നമ്മുടെ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യാനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. എന്താണ് അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങാനുള്ള ഒരു കാരണം? പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ നമ്മള് ജീവാരണ്യ മേഖലയായിരുന്നു എൻ്റെ തുടക്കം. പിന്നെ അതിൽ നിന്ന് പിന്നെ ക്ലാപ്പന പഞ്ചായത്തിലെ കുറെ ജനകീയ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും പിന്നെ ഇവിടെ വീട് സ്വന്തമായിട്ടില്ലാത്ത ലൈഫിന്റെ വീടിന് ആനുകൂല്യം കിട്ടേണ്ടതായിട്ട് പോലും മാനസികമായിട്ട് കിട്ടാത്ത വിഷമങ്ങൾ പങ്കിട്ട കുറെ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ ഏകദേശം ആലുംപിടിയ ഭാഗത്തുനിന്ന് തെക്കോട്ട് SBT ബാങ്കിന്റെ അടുത്ത് തെക്കോട്ട് വരുന്നത്, അതുപോലെ ക്ലാപ്പന പഞ്ചായത്തിനകത്ത് മഞ്ഞാടിമുക്ക്, അങ്ങനെ പല പ്രദേശങ്ങളിലായിട്ടുള്ള കുറേ വീടുകളുടെ വളരെ ദാരുണമായ വീടിന്റെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ നേരിട്ട് ചെല്ലുകയും ഫേസ്ബുക്കിലൂടെ വീഡിയോകൾ ചെയ്യും. അതുപോലെ ചികിത്സാ ധനസഹായങ്ങളുടെ വീഡിയോകൾ ചെയ്യും. ക്ലാപ്പനയിൽ നിന്ന് രൂപം കൊണ്ട ഒരു സംഘടനയാണ് മൈത്രി എന്നും പറയുന്നത്. മൈത്രി ഇപ്പോൾ ഇന്ന് കേരളത്തിന്റെ 14 ജില്ലയിലും ഉണ്ട്. അങ്ങ് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ഓരോ ജില്ലയിലും ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകൾ. ആദ്യം ക്ലാപ്പനയിലാണ് ഞാൻ തുടങ്ങി വെച്ചത്. ആ തുടക്കം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പാളിച്ച വന്നതെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അനാവശ്യമായ രാഷ്ട്രീയ മെസ്സേജുകളും മറ്റുള്ളതെല്ലാം കുത്തി നിറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മുന്നോട്ട് പോകാതായപ്പോൾ ഞാൻ അവിടെ ബ്രേക്ക് ചെയ്തതിനു ശേഷം പിന്നെ അത് നമ്മൾ വേറെ ഒരു രീതിയിലേക്ക് ചിന്തിക്കുകയും ചെയ്തിട്ട് അത് കേരളത്തിന്റെ 14 ജില്ലയിലും എത്തിച്ച് അതിൽ അഡ്മിന്മാരെയും കോർഡിനേറ്റേഴ്സിനെയും കണ്ടെത്തി ചെറുപ്പക്കാർ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം സജീവമായിട്ട് മുന്നോട്ട് വരികയും ചെയ്തു. അതിന്റെ 14 ജില്ലയിലും അതിന്റെ പ്രവർത്തനം കൊണ്ടുവന്നു. ഓരോ ജില്ലയിലും ബ്ലഡ് ഡൊണേഷൻ്റെ ക്യാമ്പുകൾ RCCയിൽ നമ്മൾ ഫുഡ് ഡൊണേഷനൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനം. ഏത് ജില്ലയിൽ എവിടെയാണോ ബ്ലഡിന് ആവശ്യം അപ്പോൾ ആ ജില്ലയിൽ നിന്ന് ആ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ ഡേറ്റ കളക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ഒരു സാധാരണപ്പെട്ട ഒരു ബ്ലഡ് കൊടുക്കാൻ പോകുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് പോയി വണ്ടി എക്സ്പെൻസ് പോലും കുറയ്ക്കുന്ന രീതിയിൽ നിങ്ങൾ ധൈര്യത്തെ ഇന്നടത്തേക്ക് പോകും, അവിടെ ആളെത്തിയിരിക്കും എന്ന് പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ 4-ാം വാർഡിനകത്ത് തന്നെ 4 കേസാണ് വന്നത്. അതിനകത്തൊന്ന് RCC ആണ്. RCCയിൽ അവരവിടെ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പായിട്ട് അവിടെ ബ്ലഡ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ബ്ലഡ് ബാങ്കിലോട്ട് ചെല്ലുമ്പോൾ തന്നെ അവിടെ ബ്ലഡ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയുള്ള ആശ്വാസപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരികയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കുറേ രാഷ്ട്രീയപരമായ ചിന്താഗതി നമ്മളിപ്പം ഇവിടെ ഒരു കാരണവശാലും ഞാനിപ്പോൾ ഇവിടുത്തെ ശബരിമല വിഷയങ്ങളോ മറ്റു കാര്യങ്ങളോ ദേശീയ തരത്തിലുള്ള കാര്യങ്ങളോ കേരളീയ തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളോ ഒന്നുമല്ല ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് അതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്ന് പറഞ്ഞാൽ അത് ചർച്ച ചെയ്യേണ്ട മേൽഘടകത്തിലുള്ള വലിയ നേതാക്കന്മാർ അവർ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ചാനലുകാർ അവിടെ ചർച്ച ചെയ്തോളൂ. നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 4-ാം വാർഡിനകത്തുള്ള ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, വിഷയങ്ങൾ, അവർക്ക് എങ്ങനെയൊക്കെ കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ പറ്റും. നമ്മളോട് ചിലപ്പം ദുഃഖങ്ങളും ദുരിതങ്ങളും പറഞ്ഞു ചികിത്സാ ധനസഹായം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കാമെന്നുള്ളൊരു മുന്നോടിയായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്നത് ഞാൻ ഇറങ്ങിയെടുത്തോളം മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ ഓരോ നേതൃത്വത്തിന് ഓരോ സ്ഥാനാർത്ഥികളെ നിർണയിച്ച് നിർത്തും. അപ്പോൾ അവരിൽ പെടുന്ന ഒരു 3-4 വ്യക്തികളെ മാത്രം സ്ഥാനാർത്ഥികളായിട്ട് മുന്നോട്ട് വെക്കും. അവർ മാത്രമേ ആകാവുള്ളൂ, മറ്റുള്ളവരാകാൻ പാടില്ല. സ്വാർത്ഥമായ ചിന്താഗതിയല്ലേ? അതെ. അതിനകത്ത് ഏറ്റവും കൂടുതൽ ബലിയാടി ആയ ഒരു വ്യക്തി എൻ്റെ അമ്മയും. വർഷങ്ങളായിട്ട് ഇപ്പോൾ എൻ്റെ ഈ വാർഡിൽ എൻ്റെ അമ്മ ഒന്ന് മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രാഷ്ട്രീയം നോക്കാതെ വോട്ട് കൊടുക്കുന്ന വളരെ ജനങ്ങളുണ്ട്. അതായത് ഒരു ജനസേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ആശാപ്രവർത്തകയാണ്. ഏത് വീട്ടിലും ഏത് സമയത്തും അമ്മയുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ അമ്മ ഭക്ഷണം കഴിക്കുന്നവരും. എത്ര നാളായി ഈ സർവീസിലേക്ക്, അതായത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക്? 40 വർഷത്തിന് മേളിലാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള വീടുകൾ കയറി ഇറങ്ങി ഓരോ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതുപോലെ ഒരു ഹോസ്പിറ്റലിൽ വള്ളിക്കാവ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത്, ഒരു ടോക്കൺ എടുത്തു കൊടുക്കണമെങ്കിലോ ഒരു മെഡിസിൻ എത്തിക്കണമെന്നുണ്ടെങ്കിലോ ഒക്കെ അമ്മ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മാനസിക പ്രയാസങ്ങൾ എന്നെ വല്ലാതെ അലട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ്, എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയം ഇങ്ങനെ പോകുന്നത്? അവരിൽ കുറച്ച് ആളുകൾ മാത്രം. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞാൽ ഒരു വാർഡ് മെമ്പർ ആയി കഴിഞ്ഞാൽ കടിഞ്ഞാണിട്ടതുപോലെ ഒരു സ്റ്റാമ്പായിട്ട് നിന്ന് മെമ്പറിനെ നിർത്തുകയും പിന്നിൽ നിന്ന് കുറേ രാഷ്ട്രീയ പ്രമുഖരാണ് ആ വാർഡ് മെമ്പറിനെ നിയന്ത്രിക്കുന്നത്. ആ വാർഡ് മെമ്പറെ നീക്കുന്നത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ പോലും ചിന്തിച്ചിട്ടുണ്ട്, അത് ഈ 4-ാം വാർഡിൽ മാത്രമാണോ ഇങ്ങനെ, മറ്റുള്ളവർക്ക് ഞാൻ കണ്ടിട്ടില്ല, എന്താ ഇവിടെ മാത്രം ഇങ്ങനെയെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുപോലെ വാഗ്ദാനങ്ങൾ കൊടുക്കുക, വോട്ടിന് വേണ്ടി വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അത് നടപ്പിലാക്കാതെ വരിക. മറ്റു വാർഡിലെ സുഹൃത്തുക്കൾ പോലും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പം 4 ദിവസമായിട്ട് വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പോയിട്ടുള്ള പ്രാദേശിക പ്രശ്നം 1-2 വിഷയങ്ങൾ ഞാൻ ഗ്രാമസഭയ്ക്കകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പല കാര്യങ്ങളും ഞാൻ നേരത്തെ പേപ്പർ നീക്കി അതിൻ്റെ കാര്യത്തിന് ഞാൻ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് വാർഡിലുള്ളതും മറ്റ് ആൾക്കാർ എന്നെ പേഴ്സണലി ചോദിച്ചു, ചേട്ടാ ഇത്രയോളം പ്രശ്നങ്ങൾ നിങ്ങളുടെ വാർഡ്. അപ്പം അവർക്ക് അത്രയും പ്രശ്നങ്ങളില്ല, അവരുടെ വാർഡുകളിൽ ഇത്രയും പ്രശ്നമില്ല. പൊതുവെ ഇവിടെ ഇങ്ങനെ ഒരു വിഷയം വരാനുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ ചിന്തിച്ചതെന്ന് പറയുന്നത് സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന ഒരു കാരണത്താലും പഞ്ചായത്ത് ഇലക്ഷനിൽ എന്ന് പറഞ്ഞ വ്യക്തികളെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. ഇവിടെ രാഷ്ട്രീയമില്ല. രാഷ്ട്രീയവും രാഷ്ട്രീയ ചിഹ്നങ്ങളും നോക്കി വോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം എന്നേ പോയി. അത് 2025 യുഗമാണ്. പാർട്ടിയുടെ അതിന്റെ എന്താ പറയാ, ഒരു
ഒരു നന്മയുള്ള ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഒരു കെട്ടുറപ്പുണ്ടായിരുന്നു, ഒരു അതെ, ചാരിത്രം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഉറപ്പാണ്. കുറച്ച് വ്യക്തികൾ, പാർട്ടിയെല്ലാം ഇപ്പം BJP ആണെങ്കിലും SDP ആണെങ്കിലും ഈ പറയുന്ന കോൺഗ്രസ് ആണെങ്കിലും ഏത് പാർട്ടികളാണെങ്കിലും അതൊരു മഹനീയമായ ജനങ്ങളെ സേവിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ്. അതെ, അതെ, പക്ഷെ ആ പ്രസ്ഥാനത്തിന് തന്നെ കളങ്കം ഏൽപ്പിക്കുക. അപ്പൊ എന്റെ വാർഡിൽ തന്നെ ഒരു കുറച്ച് ഒരു 10-35 വർഷം സർവീസ് ചെയ്ത കോൺഗ്രസിന് വേണ്ടി സർവീസ് ചെയ്ത ഒരു പ്രവർത്തകൻ മാറി മറ്റൊരു പാർട്ടിയിലേക്ക് പോയി, ഇന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തന്നെ അവരുടെ ഒരു കെയർ ഓഫിൽ നിൽക്കുകയാണ്. അപ്പം അത് ചിലരുടെ വിഷമം. കാര്യം കുറച്ച് ആൾക്കാർ ബലി കൊടുത്തുകൊണ്ട് കുറച്ച് ആൾക്കാർ കയറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിൽ അത് പാർട്ടിയെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ പാർട്ടിയോടുള്ള വിശ്വാസം തകരുന്നതിന്റെ മെയിൻ ഒരു കാരണം ഇത്തരത്തിലുള്ള സ്വാർത്ഥമായ ചിന്താഗതികളാണ്. ഇപ്പൊ ഏകദേശം രജീഷ് തന്നെ പറഞ്ഞു, 10-40 വർഷത്തോളം കോൺഗ്രസിന് വേണ്ടിയിട്ട് പണിയെടുത്ത, അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി പണിയെടുത്ത അമ്മയുണ്ടായിരുന്നു. ആ അമ്മയുടെ മാതൃക കണ്ടിട്ടാണ് രജീഷൊക്കെ വളർന്നത്. രജീഷിനെ എനിക്ക് പണ്ടേ അറിയാം. കൊച്ചൊരു വയലിൽ ചെറിയൊരു വീടായിരുന്നു രജീഷിന്. അന്ന് മുതലേ ആ കഷ്ടപ്പാടും ആൾക്കാരുടെ പ്രയാസങ്ങളും ഒക്കെ കണ്ടിട്ടായിരിക്കും ഇന്ന് രാഷ്ട്രീയക്കാരൊന്നും ഓടി വന്ന് പെട്ടെന്ന് ശരീരത്ത് ബ്ലഡ് അങ്ങ് ഊറ്റി കൊടുക്കത്തൊന്നുമില്ല. പക്ഷേ രജീഷ് അതിനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ, സ്വന്തം ശരീരം തന്നെ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിശ്വസിക്കാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണാനും ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കാനും കഴിഞ്ഞത്. അപ്പൊ എന്താണ് ഈ ഒറ്റയ്ക്കുള്ള പ്രവർത്തനമാണല്ലോ, കാര്യം കൂട്ടുകാരൊന്നുമില്ല, അതെല്ലാവർക്കും ഒരു 50 പേര് 25 പേരൊക്കെ വീട് തോറും ഇങ്ങനെ കയറി ഇറങ്ങുകയാണ്. പക്ഷെ രജീഷ് വ്യത്യസ്തമായി മാറി ഇന്ന് ഒറ്റയ്ക്കാണ് എല്ലാ വീടുകളിലും കയറി ഇങ്ങനെ ഇലക്ഷൻ വോട്ട് ചോദിക്കുന്നത്. എന്താ അതിന്റെ പ്രോസസ് എന്താണ്? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 4-ാം വാർഡിനകത്ത് തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് ഇല്ല. നിങ്ങൾ വന്നപ്പോൾ എല്ലാ പൊതുജനങ്ങളെല്ലാം കാണുന്നത്, എൻ്റെ ഒരു ഫ്ലെക്സ് ഇല്ല, എൻ്റെ ഒരു പോസ്റ്ററുകളില്ല, ഒന്നുമില്ല. കാരണം അത് അവിടെ എനിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ഏത് വീട്ടിലും എപ്പോഴും കയറി ചെല്ലാം. അപ്പോൾ ലളിതയുടെ മോൻ വന്ന് ആ ഭാഗത്ത് മോനെ കയറിയിരിക്കും, അമ്മ എന്തായിരുന്നു ഈ പ്രാവശ്യം നിൽക്കാൻ, അമ്മ എന്തായിരുന്നു ഈ പ്രാവശ്യം നിൽക്കാൻ, അമ്മ നിർത്തിക്കൂടായിരുന്നോ എന്ന് പറഞ്ഞു ഞങ്ങൾ ജയിപ്പിച്ചേനല്ലോ ഒന്ന്. ഇപ്പം മറ്റു സ്ഥാനാർത്ഥികൾ പോകുന്ന പോലെ തന്നെ ഞാനും അവർ പോയ അത്രയും വീടുകളിൽ എനിക്ക് എത്തിപ്പെടാൻ ഏതെങ്കിലും വീട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തിരക്കിൻ്റെ ഇടയിൽ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് അപ്പം പോയ ഒരു വ്യക്തി, ആ വീടുകളിൽ നിന്നെല്ലാം കിട്ടിയേക്കുന്ന ഒരു അനുഭവം ഇപ്പോഴും ആ മാനസിക വിഷമം എൻ്റെ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് പോയി മാക്സിമം. അപ്പോൾ ഇതിനകത്ത് എൻ്റെ സുഹൃത്തുക്കൾ ആകെപ്പാട് എന്ന് പറഞ്ഞാൽ ഒരു നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു എമൗണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അഭ്യർത്ഥന അടിച്ചു തരാൻ വേണ്ടി, അത് ബ്ലഡ് ഡൊണേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്നെ എൻ്റെ ഉയർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അത് അഭിനയമാണെങ്കിലും എല്ലാ മേഖലയും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എനിക്കൊരു അഭ്യർത്ഥന കുറച്ച് അടിച്ചു തന്നു. ഒരു കാരണവശാലും സമൂഹത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ല, നിങ്ങളെല്ലാം ഉയർന്നു വരേണ്ടവരാണ്, ഇറങ്ങുക, മാക്സിമം ഇറങ്ങി എല്ലാവരോടും സങ്കടങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ചുരുങ്ങിയ ഒരു 2 ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഞാനിവിടെ പണം ചിലവാക്കിയിട്ടുള്ളൂ. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ വളർച്ചയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നാൽ ഫ്ലെക്സ് പോസ്റ്ററുകൾ അടിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞൊരു വിഷയമുള്ളൂ, അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഈ വാർഡിനകത്ത് അടിസ്ഥാന കുഴപ്പങ്ങളുള്ള 1-2 വിഷയങ്ങളുണ്ട്. അതുപോലെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 1-2 പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പ്രവർത്തന മേഖല ആയതുകൊണ്ട് തന്നെ അതും ആ ഒരു ചാരിറ്റി രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഒറ്റയ്ക്ക് എല്ലാ വീടുകളിലും കയറി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു. തീർച്ചയായിട്ടും ഇതാ ഞാൻ പറഞ്ഞില്ലേ, 10-20 വർഷം മുന്നേ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. കൂടുതലും എന്നെ ശ്രദ്ധ ആകർഷിച്ച ഒരു വിഷയം എന്ന് പറയുമ്പോൾ കോവിഡൊക്കെ ആയിട്ട് നമ്മളൊക്കെ പെരക്കകത്ത് നിൽക്കുമ്പോൾ എല്ലാവരും പെരക്കകത്ത് കയറി കുറ്റിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അതിന് രോഗത്തെ പേടിച്ച്. അപ്പോഴും തന്റെ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങളൊക്കെ DP കിറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് സേവനം അനുഷ്ഠിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അത് എന്റെ കൂട്ടുകാരനാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് 2ാമത്തെ പ്രാവശ്യം, ആദ്യം വന്നപ്പോൾ തിരക്കായിരുന്നു, 2ാമത്തെ പ്രാവശ്യം നമ്മൾ തപ്പിപ്പിടിച്ച് വരുന്നത് ഒരു മനുഷ്യന്റെ നന്മ, ആ നന്മയുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ സമൂഹത്തിന് ഗുണം ചെയ്യാനൊക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരാൾ മുന്നിട്ട് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ആരും കാണാതെ പോകരുത് എന്നുള്ളതാണ്. പിന്നെ ഒരു കലാകാരൻ കൂടിയിട്ടാണ് അല്ലേ ഒതളങ്ങാത്ത വെബ് സീരീസിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഇടക്കാലത്തൊന്നും നിർത്തിവെച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ പുതിയ എപ്പിസോഡ് ഇറങ്ങുന്നതാണ്. അതിനകത്ത് തുടക്കം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധിക്കുന്ന ഡയലോഗുകളും ഫൈറ്റ് സീനും കോമഡിയൊക്കെ ഉള്ള നല്ലൊരു എപ്പിസോഡാണ്. യൂട്യൂബിലാണ് റിലീസ്. അതുപോലെ തന്നെ ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് ജയിലർ സിനിമ, രജനീകാന്തിന്റെ ജയിലർ സിനിമ വന്നതാണ് അവസരം വന്നത്. ഹൈദരാബാദിൽ 15 ദിവസം ഷൂട്ടായിരുന്നു. അതുപോലെ മാർക്കോസ്, പിന്നെ അതുപോലെ തന്നെ പൊന്മാൻ സിനിമയിലെ കുറച്ച് അവസരങ്ങൾ വന്നു. അപ്പം പോകാത്ത എന്താണെന്ന് പലരും ചോദിച്ചു. പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങൾ എന്ത് ചിലവ് വേണമെങ്കിൽ ചെയ്തു തരാമെന്ന് പറയുന്നത് എൻ്റെ കുറച്ച് ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ വളർച്ചയ്ക്ക്. അപ്പം വേറെ ഒന്നും കണ്ടായില്ല, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ, പ്രാരാബ്ദങ്ങൾ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യാറ് എല്ലാ മേഖലയിലും വളരാൻ വേണ്ടി. അപ്പോൾ അച്ഛൻ്റെ ഒരു കുറവ്, എനിക്കൊരു 10 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത, കാരണം വരുമാനം, വീട്ടു സാഹചര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതെന്നെ ബാധിച്ചു. എൻ്റെ ഉയരാനുള്ള മേഖലകളിൽ ചില തടസ്സങ്ങൾ വന്നു കാരണം എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല എന്നുള്ള സത്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം കലാകാരന്മാരൊക്കെ ഒരുപാടുണ്ട്. ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. പക്ഷേ നമ്മൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പല കാര്യത്തിനും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കലാകാരൻ സപ്പോർട്ട് ചെയ്യേണ്ട സംഭവം ഒന്നും രാഷ്ട്രീയ ഭാഗത്തൊന്നും കിട്ടിയില്ല. അവിടെ ആകപ്പാടും മതവും രാഷ്ട്രീയം മാത്രമേ. പക്ഷെ ആരെങ്കിലും അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ചെല്ലുകയും അവർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുത്താൽ നമുക്കും തിരിച്ചു ചെയ്യാം. പക്ഷേ ഈ കലാകാരന്മാരെ അത്യാവശ്യം വേണ്ടാത്ത രീതിയിൽ അവോയ്ഡ് ചെയ്തിട്ടിരിക്കുന്ന കുറേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പൊ എന്ത് തന്നെയാലും രജീഷ്, എന്തായാലും നമ്മുടെ വാർഡിൽ ഏകദേശം എത്ര വീടുകൾ ഉണ്ടായിരിക്കും? നമുക്ക് ഏകദേശം 433 വീട്, 1333 വോട്ടേഴ്സും ഉണ്ട്. അപ്പൊ ഇവരുടെ ഒരു വാർഡ് മെമ്പർ എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചു. ഇനിയിപ്പം അവരെന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ തന്നെയും നമ്മളുടെ വാർഡിൽ ഇപ്പോൾ ഒരു മെമ്പറായിട്ട് നമുക്ക് സ്ഥാനമാറ്റം കിട്ടി, അല്ലെങ്കിൽ തന്നു, തീർച്ചയായിട്ടും ഒരു മെമ്പർ എന്നുള്ള സ്ഥാനത്തിൽ അവിടെ ചെന്നിട്ട്
അവരറിയാതെ തന്നെ അല്ല അവരുടെ പറയാതെ തന്നെ അവരുടെ കാര്യങ്ങൾ അറിയുക എന്നുള്ളതാണ്. അതെ, വില്ലേജ് ഉറപ്പായിട്ടും. ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും ഈ പറയുന്ന ടീമുകൾ. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം എല്ലാവരും വോട്ട് ചെല്ലുമ്പോൾ അതെ. ഇത് കിടക്കുന്ന കണ്ട നീമാർ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അതെ, പോയതാ. അതെ. കാര്യം എന്താ, ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ആ ഒരു ഏരിയയിൽ ഇവരെ കാണാനില്ലെന്നുള്ളതാണ്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഈ ഇത്രയും ഈ 4-ാം വാർഡ് ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് ഈ 4-ാം വാർഡിലെ രജീഷിന്റെ അടുത്ത് കിടക്കുന്ന എന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല എനിക്ക് 100% ഉറപ്പാണ്. കാരണം എൻ്റെ ഭാര്യ ഹരിതകർമ്മ സേനയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതാണ്. 4-ാം വാർഡിൽ എപ്പോഴും വർക്ക് ചെയ്യുന്നതാണ്. എൻ്റെ അമ്മ ആശാപ്രവർത്തിയാണ്, എപ്പോഴും 4-ാം വാർഡിലുള്ളതാണ്. അപ്പോൾ ഞാൻ ജയിച്ചു വന്നാലും എൻ്റെ കുടുംബത്തിന്റെ ഫുൾ സാന്നിധ്യം ഈ 4-ാം വാർഡിൽ എപ്പോഴും കാണും. മെമ്പർ എന്തെന്ന് തിരക്കാൻ ഒരു അവസരം ഒരു കാരണവശാലും ജനങ്ങൾക്കുണ്ടാവത്തില്ല. എൻ്റെ പ്രവർത്തനം എപ്പോഴും കാണും. ആരും എൻ്റെ വീട്ടുപടിക്കൽ വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. ഫോൺ കോൾ വിളിച്ചാൽ മതി. ഇപ്പോൾ തന്നെ 4-ാം വാർഡിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വർക്ക് ചെയ്യുന്ന മാക്സിമം ആളുകളെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫേസ്ബുക്കിൽ 4-ാം വാർഡിൻ്റെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത്. പിന്നെ ഇലക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഇന്ന് അല്ലെ നാളെ കഴിയും. നാളെ ഇപ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികൾ എന്ന് ജനങ്ങൾ പറയുന്നു. ഇവിടെ സ്ഥാനാർത്ഥികളല്ല. യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. കാരണം ഞാനും വോട്ട് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആരാ ജയിക്കേണ്ടത് എന്നുള്ളത്. കാരണം രാഷ്ട്രീയം വോട്ട് ചെയ്യുന്ന കാര്യങ്ങളും ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്ന കാലഘട്ടം കഴിയും. പഞ്ചായത്ത് വോട്ട് എന്ന് പറയുന്നത് മാക്സിമം പ്രവർത്തന കഴിവുള്ള കൊച്ചു ചെറുപ്പക്കാർ കയറി വരിക, വാർഡിനകത്ത് വികസനങ്ങൾ കൊണ്ടുവരിക. ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഇവിടെ ഒരുപാട് ഏക്കർ കണക്കിന് വസ്തുക്കളുള്ള കുടുംബങ്ങളുണ്ട്. 1-2 പ്രോപ്പർട്ടീസ് എടുത്തിട്ട് നമുക്ക് കൃഷി ചെയ്യാം. ഇപ്പം എൻ്റെ ഒരു അനിയൻ പയ്യൻ ഇവിടെ ഉണ്ട്, +2 വരെ പഠിച്ചതാണ്, നല്ല ഒന്നാന്തരം കൃഷിക്കാരനാണ്. എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയോ വിളവെടുക്കുന്നത്. എന്നിട്ട് അടുത്തുള്ള വസ്തുക്കളിൽ പോയി കൃഷിപ്പണിക്കും പോകും, ഇത്ര എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടും. എന്നിട്ട് അത് വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെന്ത് ഒരു വാർഡ് മെമ്പർ വിചാരിച്ച ഒരു കുടുംബശ്രീക്കാരെ തൊഴിലുറപ്പിനെ കൊണ്ട് ആ പുറമ്പോക്ക് ഭൂമിയിൽ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാം. ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്ന ക്ലാപ്പന പഞ്ചായത്തിന്റെ 4-ാം വാർഡിലെ പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ്. ഇവിടെ നമുക്കൊരു ആഴ്ചയിൽ ഒരു വിപണി കണ്ടെത്താം. വിഷമില്ലാത്ത പച്ചക്കറി നമ്മുടെ നാട്ടിലുള്ളവർക്ക് കൊടുക്കാം. നമ്മുടെ 4-ാം വാർഡിലുള്ള എല്ലാ വീട്ടിലും പച്ചക്കറി എത്തും. അതുപോലെ പുഷ്പകൃഷികൾ, അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിൽ അത് നല്ല ശുദ്ധമായ പാല് കറന്നെടുക്കുന്ന വീടുകൾ ഇവിടെ പലതും ഉണ്ട്. ഇത് മേഖലയിൽ ക്ഷീര കർഷകരായിട്ടുള്ളവർ, മത്സ്യകൃഷി ചെയ്യുന്നവരുണ്ട്. ആഴ്ച വിപണി കണ്ടെത്താം. മറ്റവർക്ക് ഇതൊന്നും അവരുടെ മനസ്സിലുണ്ടെങ്കിലും ഇവരൊന്നും മെനക്കെട്ട് ഇറങ്ങാൻ ഒരു വാർഡ് മെമ്പർ അതിന് തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാർഡിൽ തന്നെ എൻ്റെ ഒരു കണക്കിൽ 150-ന് മുകളിൽ യുവജനങ്ങളും യുവതികളും ഉണ്ട്. അതായത് പഠിച്ചിറങ്ങിയതിന് ശേഷം എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ കൂലിപ്പണിക്ക് പോകുന്നവർ. പെയിന്റിങ് പണിയായാലും മറ്റു പണിയായാലും നിത്യ തൊഴിലിന് പോകുക എന്ന് പറയുന്നത് അത് ശാശ്വതമായ കാര്യമല്ല. അവൻ്റെ കലാകായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടോ അവൻ്റെ കഴിവിനനുസരിച്ചോ ഇന്നൊരു വാർഡ് മെമ്പർ ഇറങ്ങിയാൽ ഇന്ന് വൻകിട കമ്പനികൾ പോലും പ്രോജക്റ്റ് തയ്യാറാക്കി നമ്മുടെ വീട്ടിൽ അയച്ചു തരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ പേപ്പർ ബാഗ് ആയാലും ശരി, പേപ്പർ കപ്പായാലും ശരി, അങ്ങനെ ഒരുപാട് വ്യവസായ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മളൊരു വാർഡ് മെമ്പർ വിചാരിച്ച ഒരു 5 പേർക്ക് ചേർന്നിട്ട് ഒരു തൊഴിൽ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും. എന്താ അറിയോ, നമ്മുടെ നാട് അത്യാവശ്യം നമുക്കിവിടൊക്കെ വിദ്യാഭ്യാസം എല്ലാവരും സർക്കാർ ജോലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ജോലിക്ക് ഇത്ര മണിക്കൂർ സേവനം ചെയ്താൽ മതി, അതേപോലെ തന്നെ പെൻഷനും കാര്യങ്ങളും ഒക്കെ കിട്ടും. പക്ഷേ ഒരു കൂലിപ്പണിക്കാരൻ, അതായത് നമ്മുടെ നാട്ടുമ്പുറത്തിലുള്ള കൂലിപ്പണിക്കാരൻ, അവന് ഒരു പണിക്ക് പോയി 1000 രൂപ കിട്ടിയാൽ അവന്റെ ശരീരത്തിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയ കുടുംബം പട്ടിണിയായി പോയി, അവനെ മാത്രമല്ല നിത്യവും പണിയും കാണത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സമൂഹത്തിലുള്ള അത്യാവശ്യം പണിയില്ലാതെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം തീർച്ചയായിട്ടും ആ ഒരു പ്രദേശത്തിന് ഒരുപാട് ഗുണമുണ്ടാവും. കാര്യം പഞ്ചായത്തിൽ നിന്നൊക്കെ അതിനുള്ള ഫണ്ടുകളൊക്കെ ഉണ്ട്. അത് വാർഡ് മെമ്പർ വിചാരിച്ച് സാധാരണ ഒരു വ്യക്തി വിചാരിച്ചാൽ നടക്കുന്നതിനെക്കാട്ടി കൂടുതൽ വാർഡ് മെമ്പർ വിചാരിച്ചാൽ നടക്കും. ഒരു ബാങ്കിൽ ചെന്നിട്ട് സംസാരിക്കുക, എൻ്റെ വാർഡിലെ കുട്ടികളെ ഇവർക്ക് 3 പേർക്കും ചേർന്ന് ഒരു സ്വയം തൊഴിൽ തൊഴിയണം, അവരുടെ പ്രോജക്റ്റ് റെഡിയാക്കി കൊടുക്കണം. അപ്പം കമ്പനിയെ സമീപിച്ച് ആ കമ്പനി അവർക്ക് പ്രോജക്റ്റ് റിപ്പോർട്ട് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. എൻ്റെ കയ്യിൽ 3-4 കമ്പനിയുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ അഡ്രസ്സിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് വരും. അത് കൊണ്ടുവന്ന് ഒരു ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു വിത്തിൻ 10 വർക്കിംഗ് ഡേക്കുള്ളിൽ ആ ലോൺ പാസ്സായി വരും. അപ്പം 4-ാം വാർഡിൽ അങ്ങനെ നമ്മുടെ വാർഡ് വികസിക്കുക, വേറൊരു തലത്തിലേക്ക് പോവുകയാണ്. രജീഷിന്റെ ഒരു അഭിപ്രായത്തിൽ പണ്ട് മുതലേ ത്യാഗങ്ങളിൽ കൂടി കടന്നു വന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, കാര്യം ഈ 2025 കാലഘട്ടത്തിൽ പണ്ടൊക്കെ ഇവിടെ കൃഷികളും നമ്മുടേതായിട്ടുള്ള ഒരുപാട് വരുമാന മാർഗങ്ങളുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ നിലച്ചതോട് കൂടിയിട്ട് മറ്റുള്ള രാജ്യക്കാർക്ക് നമ്മൾ പണി ചെയ്ത് ടാക്സായും പണിക്കൂലിയൊക്കെ കൊടുത്തിട്ട് 1 കിലോ അരി വാങ്ങിച്ച് കഴിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഈ കേരളം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ അധംപതിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇതിപ്പോൾ നിലവിലെന്ന് പറഞ്ഞാൽ കാർഷിക മേഖല മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുകയാണെന്നുണ്ട് ഏക്കർ കണക്കിന് വസ്തുക്കൾ ഉള്ളവരാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു മൂലയിൽ അല്ലെങ്കിൽ നടുഭാഗത്ത് ഒരു വീട് വെച്ചിട്ട് അത്രയും പ്രദേശം വെറുതെ കിടന്നിട്ട് പോലും കാട് കയറി കിടന്നിട്ട് ഇന്ന് തൊഴിലുറപ്പ് മേഖലയിൽ കിടന്ന നല്ലൊരു ശതമാനം സ്ത്രീജനങ്ങൾ അവിടെ കിടന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ വർക്ക് ചെയ്തിട്ട് ആ ഭൂമി അവിടെ കിടക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് ആ ഭൂമി ഏതെല്ലാം രീതിയിൽ വിനിയോഗിച്ചുകൂടാ? അപ്പോൾ തൊഴിലുറപ്പ് ജോലിക്കാരുടെ തൊഴിലും നടക്കും. അതിൻ്റെ കൂടെ തന്നെ കൃഷിയോട് താല്പര്യമുള്ള യുവജനങ്ങളും സ്ത്രീകളും അവിടെ വരും. അതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ കൊണ്ടുവന്ന് അവരുടെ വീടുകൾ കഴിയും. പിന്നെ അതുകൂടാതെ ആഴ്ചയിൽ ഒരു വിപണി വന്നു കഴിഞ്ഞാൽ നല്ല പച്ചക്കറി നമുക്ക് കിട്ടും, മറ്റുള്ള കാര്യങ്ങളെല്ലാം നടക്കും. അതുപോലെ തന്നെ ഇവിടെ കുഞ്ഞു കുട്ടികൾ എന്ന് പറയുമ്പോൾ ബാലജനസഖ്യം, ഇപ്പോൾ മാപ്പിളപ്പാട്ട് മുതൽ എന്തെല്ലാം ഈ പറയുന്ന നമ്മുടെ കോളേജ് തലം വരെയുള്ള കാര്യങ്ങൾ, കലോത്സവം വരെയുള്ള കുട്ടികൾ. ഇപ്പോൾ ഈ ക്ലാപ്പന പഞ്ചായത്തിലെ ഒരു ഗ്രൗണ്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടാണ്. ഈ ഗ്രൗണ്ടിൻ്റെ ഒരു അവസ്ഥ നോക്കി, ഒരു അയ്യം കിടക്കുന്ന പോലെ തന്നെ പുല്ല് നിറഞ്ഞു കിടക്കുകയാണ്.
അപ്പോൾ ഇത് കഴിഞ്ഞു പോയ ഒരു വികസന ഫണ്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈപ്പാണ് സൈഡിലെല്ലാം വെച്ചിരിക്കുന്നത്. അത് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ പൈപ്പ് ഇട്ട് ചെയ്തിട്ട് ഈ പൈപ്പ് തന്നെ പലരും ഒടിച്ച് പലയിടത്തും കൊണ്ടുപോയി. അത് തന്നെ. പിന്നെ അത് എന്ന് പറയുന്നത് നെറ്റിട്ട് അടുത്തൊരു ഫണ്ട് ഇവിടെ കൊണ്ടുവരണം. അടുത്ത ഫണ്ട് കൊണ്ടുവന്ന് നെറ്റിട്ടിട്ട് ഇത് കെയർ ചെയ്യുക. അടുത്ത മൂന്നാമത്തെ ഒരു പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുവരിക. ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ 2 അംഗൻവാടി അപ്പുറം ഉണ്ട്. 3 കുട്ടികൾ വെച്ചാൽ പഠിക്കുന്നത്. അവിടെ 3 കുട്ടികൾ, ഇവിടെ 3 കുട്ടികൾ. ഇപ്പം ഞാൻ അതിനകത്ത് എൻ്റെ അഭ്യർത്ഥന കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ വികസന സ്വപ്നങ്ങളും കൂടെ ഞാൻ അഭ്യർത്ഥനയ്ക്കകത്ത് തീർത്തു. എല്ലാ സ്ഥാനാർത്ഥികളും അഭ്യർത്ഥന കൊണ്ട് കൊടുത്തു. അതിനകത്തൊരു വികസനപരമായ കുറച്ച് കാര്യം കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് എൻ്റെ അഭ്യർത്ഥന. പല വീട്ടുകാരും എന്നെ വായിച്ചു, പല വീട്ടുകാരും പേഴ്സണലായിട്ട് എന്നെ വിളിച്ചു. രജീഷ് വളരെ വലിയ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇവിടെ ഒരു അംഗൻവാടി പ്രവർത്തിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു പറഞ്ഞു, ഇനിയിപ്പോൾ മൂന്നാമതൊരു ബിൽഡിംഗ് വരുന്നതിനെക്കാട്ടി നല്ലത് ആ ഒരു അംഗൻവാടി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് വായനശാലയാക്കി എടുത്താൽ തന്നെ എന്ന് പറയും. ഇവിടെ കുട്ടികൾ പഠിക്കാൻ പറ്റും. ഇന്ന് കഞ്ചാവും മയക്കുമരുന്നും മദ്യം ഉപയോഗിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് അതിനകത്ത് കയറി പുസ്തകങ്ങൾ വായിച്ചാൽ അവരുടെ മൈൻഡ് മാറി മറ്റൊരു രീതിയിലേക്ക് പോകും. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ രജീഷ് ഇന്ന് ഇപ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ അടിസ്ഥാനത്തിലും ഒരുപാട് പുരോഗമനം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റോഡും വലിയ ബിൽഡിങ്ങുകളും ഒക്കെ കെട്ടിവെക്കുന്നു. പക്ഷേ ഈ രജീഷ് മുമ്പേ പറഞ്ഞ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കൃഷികൾ അല്ലെങ്കിൽ സ്വയം തൊഴിലുകൾ അതിന് ഒരുപക്ഷെ നഷ്ടമേഖല ആയതുകൊണ്ടായിരിക്കും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇന്ന് കെട്ടിടത്തിലേക്കൊക്കെ ഒതുങ്ങി പോകുന്നത്. അല്ലെങ്കിൽ 2-3 റോഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു മെമ്പറിന്റെ കടമ കഴിഞ്ഞു എന്നുള്ള ധാരണയിലാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു മെമ്പർ റോഡിനെക്കാളും മുന്നോട്ട് ആ വാർഡിലെ ജനങ്ങളുടെ കഞ്ഞുകുടിക്കുള്ള വക അവൻ എങ്ങനെ ജീവിതമാർഗം ഉണ്ടെങ്കിലല്ല ഈ റോഡിൽ കൂടി സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ നമ്പർ 1 ആയിട്ട് വലിയ ലൈബ്രറികൾ ഒരുപാട് കെട്ടിയിട്ടേക്കുന്നുണ്ട്, പലയിടം പൂട്ടിയിട്ടിട്ടുണ്ടെന്നു. പക്ഷേ വീടില്ലാത്തതുകൊണ്ട് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നു അപ്പുറം. പക്ഷേ അവിടെ ചുമ്മാതെ പൂട്ടിയിട്ട് ഇട്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ 5 വീട്ടുകാർ ഇന്ന് ഒരു വീടില്ലാതെ വാടകയ്ക്ക് കിടക്കുന്ന ഒരുപാട്. അപ്പോൾ ഒരു മെമ്പർ ഒരു വാർഡിലേക്ക് ഇറങ്ങി അവന്റെ ജീവിതമാർഗമുണ്ടോ, അപ്പൊ അവൻ എന്തെങ്കിലും അർഹതയുണ്ടോ എന്ന് നേടി കറക്റ്റ് ഒരു ലിസ്റ്റ് ഇട്ടിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാലാണ് ആ സമൂഹം നന്നാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ്. ഇതിനകത്തെന്ന് പറയുന്നത് ഈ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവനൊരു വരുമാനം ഇല്ലാത്തത് കൊണ്ട്, വരുമാന സ്രോതസ് വരാത്തത് കൊണ്ടായിരിക്കണം ഗവൺമെന്റിനെ ആശ്രയിക്കുന്നതോ അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ വേണ്ടി ലൈഫിന് അപേക്ഷ വെക്കുന്നതോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പഠിപ്പിക്കാൻ വേണ്ടി ഒരു വ്യവസായ ഈ പറഞ്ഞ വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നതോ ഒക്കെ ഇതിനകത്ത് ആയിരിക്കും. പക്ഷെ നേരെ മറിച്ച് ഈ പറഞ്ഞ രീതിയിൽ വരുമാനം കൊണ്ടു കൊടുക്കാനോ വരുമാനം എത്തിക്കാനോ പറ്റുന്ന ചില കാര്യങ്ങൾ വാർഡിനകത്ത് പ്രവർത്തന ശൈലിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വരുമാനം കിട്ടി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുടുംബത്തിന്റെ പശ്ചാത്തലം മാറി. വ്യവസായ ലോൺ എടുക്കാൻ പോകണ്ട, ഒരു വീട് വെക്കാൻ ലോൺ വെക്കണ്ട, അവന് വരുമാനം കിട്ടുന്ന, അവന്റെ കുടുംബം കഴിയുന്ന, അവന് പട്ടിണി ദാരിദ്ര്യം ഒരു ചാരിറ്റി സംഘടനയെ സമീപിക്കേണ്ട, വീട് കഴിയാനുള്ള അരിയോ മറ്റു ഭക്ഷണങ്ങളോ എത്തിച്ചു കൊടുക്കാൻ ഒരാൾ തയ്യാറാണ്, അന്തസ്സായിട്ട് താമസിക്കും. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂൾ തലത്തിൽ ഒരു ക്ലാസ് റൂമിനകത്ത് ഒരു ക്ലാസ് ലീഡറിനെ തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു വാർഡിനകത്ത് ഒരു വാർഡ് മെമ്പറെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് നീറ്റായിട്ട് ആ ക്ലാസ് കൊണ്ടുപോകാൻ നമ്മളെ കുഞ്ഞുനാൾ മുതൽ ടീച്ചർ വയസ്സ് പഠിപ്പിക്കുന്നതിലൂടെ നമ്മുടെ വാർഡ് നീറ്റായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇന്നുവന്ന കാലത്തെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം നോക്കാതെ സേവ ചെയ്യാൻ പറ്റുന്നതും സർവീസ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്നതും ഏത് രാത്രിയിൽ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും വണ്ടി എടുത്തുകൊണ്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന്. അവിടെ 3 രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഉണ്ട്. ഈ 3 രാഷ്ട്രീയ പാർട്ടികളും അല്ല, ഇതെൻ്റെ ജനങ്ങളാണ് എന്ന് ബോധ്യപ്പെടുന്ന വ്യക്തികൾ ജയിച്ചു വന്നാൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. കാരണം എന്ന് പറയുന്നത് കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്തുന്ന ഒരു രാഷ്ട്രീയം ആകരുത്. ഇപ്പം ഞാൻ ഇവിടെ ജയവും തോൽവിയും എല്ലാം ജനങ്ങളാണ് നിശ്ചയിക്കുന്നത്. ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ ജയിക്കത്തുള്ളൂ, അത് തിരഞ്ഞെടുക്കുന്നതും ജനം തന്നെയാണ്. ഞാൻ ഇന്നും സോഷ്യൽ മീഡിയ പറയുന്ന ഒരു കാര്യം എൻ്റെ സുഹൃത്തുക്കളോടും പറയാം. ഇപ്പം നാളെ ജയിച്ചു വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന 3 രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ പോഷക സംഘടനകളും എന്നെ സമീപിക്കും. കാരണം ഒരു ബ്ലഡിന് ആവശ്യം വന്നാലും മറ്റാവശ്യമായിട്ട് വന്നത്. കാരണം എനിക്കൊരു വലിയൊരു സുഹൃത്ത് ബന്ധം എൻ്റെ പുറകിലുണ്ട്, 3 രാഷ്ട്രീയത്തിൽ നിന്നുണ്ട്. കാരണം അവർ എൻ്റെ മിത്രങ്ങളാണ്, എൻ്റെ കൂടപ്പുറപ്പുകളാണ്. ഇലക്ഷൻ ഇന്നും നാളെയായിട്ട് കഴിയും. അപ്പം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഫേസ്ബുക്ക് കമന്റിനകത്ത് ഒരു സുഹൃത്ത് പറഞ്ഞു, അരാഷ്ട്രീയം നാട്ടിന് ആപത്താണെന്നും പറഞ്ഞുകൊണ്ട്. അരാഷ്ട്രീയം നാടിന് ആപത്താണെന്ന്. അത് അദ്ദേഹത്തിനോട് ഞാനൊരു കമന്റ് തിരിച്ചു പറഞ്ഞത് ഇതേ ഉള്ളൂ. ഞാനിവിടെ ശബരിമല പ്രശ്നമോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള വിഷയങ്ങളോ കോടതിയിൽ ഇപ്പൊ കിടക്കുന്ന വിഷയങ്ങളോ ഒന്നുമല്ല ഞാനിവിടെ ചർച്ച ചെയ്യും. ഞാൻ എൻ്റെ നാടിനകത്ത് എൻ്റെ വാർഡിനകത്ത് വിഷയങ്ങളാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ പോരായിരുന്നു. കാര്യം ആ ഒറ്റ കമന്റ് ഇട്ടാൽ മതി. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് അഴിമതി ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ ജസ്റ്റ് പറയും. ഒരെണ്ണം കാണിച്ചു തന്നാൽ അതിന്റെ തെളിവ് 50 എണ്ണം നമുക്ക് തിരിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്തായാലും രജീഷിന്റെ കൺസെപ്റ്റുകൾ വളരെ നല്ലതാണ്. നമ്മുടെ നാടിനും നമ്മുടെ പ്രവർത്തകർക്കും എല്ലാം ആവശ്യമായ ഒരു മേഖലയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും മാറി സ്വതന്ത്രമായിട്ട് അദ്ദേഹം സേവനം ചെയ്യാൻ ഇറങ്ങിയ ഒരു നിമിഷമാണ്. ഇനിയിപ്പം ജനങ്ങളോട് അവസാനമായിട്ട് മൊബൈൽ ചിഹ്നമാണ് അല്ലേ? മൊബൈൽ ഫോൺ ചെയ്യുന്നത്. അത് പഴയകാലം മൊബൈൽ ഫോൺ എടുത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ 4-ാം വാർഡിലെ പല മേഖലയിലുള്ള വികസന കാര്യങ്ങളെല്ലാം ഇപ്പോഴും പഴയ കാലത്തിൽ ആ ഒരു അനുബന്ധിച്ച് നിൽക്കുകയാണ്. 2025 4G 5G യുഗത്തിലേക്ക് നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ള സത്യം തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ പഴയ മൊബൈൽ എടുത്തത്. അപ്പൊ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ജനങ്ങളോട് എന്താണ് ഇപ്പം നമ്മുടെ ഈ 4-ാം വാർഡ് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏകദേശം പല കൺട്രീസിലുള്ള ആൾക്കാർ അവരെല്ലാം ഒരു പക്ഷേ കാണാൻ പറ്റും. എല്ലാവരോടും നമ്മുടെ വാർഡിനോടും എന്താണ് പറയാനുള്ളത്? ഞാൻ കഴിഞ്ഞ ദിവസം വർഷങ്ങളായിട്ട് ഞാൻ ഈ വാർഡിന് വേണ്ടിയുള്ള പല കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചേക്കുന്ന ഒരു വ്യക്തി. എന്നാൽ തന്നെ
തന്നെ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ കുറച്ചുകൂടെ ജനങ്ങൾക്ക് കാരണം ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകുന്നതിന് തുച്ഛമായ ദിവസത്തിന് മുമ്പ് കഴിഞ്ഞുപോയ ഒരു 10 വർഷത്തെ കാലാവധിയിൽ എന്താണ് ഇവിടെ നടന്നതെന്നൊന്ന് ഓർക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഒരു ആയുസ് എന്ന് പറഞ്ഞാൽ 27,000 ദിനങ്ങളാണ് മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത്. അതിനകത്ത് എൻ്റെ മകനായാലും ഞാനായാലും നിശ്ചിതമായ ഒരു കാലപരിധിയിൽ ഇന്നത്തെ യുഗത്തിൽ മരണപ്പെട്ടു പോകും. അപ്പം വരുന്ന ഭാവിക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുക. അവിടെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പാടില്ല. അപ്പം നമുക്ക് ഈ ജനങ്ങളോട് പറയുന്നത് സോഷ്യൽ മീഡിയ ഗൾഫിൽ നിന്ന് വരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പോസ്റ്റുകളെല്ലാം കണ്ടിട്ട് എന്നെ വിളിക്കാൻ തുടങ്ങി. ഒരുപാട് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഇന്ന് വരെ ഈ 4-ാം വാർഡിലെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പോലും ഞങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ എനിക്ക് ജനങ്ങളോട് ഒരു കാര്യങ്ങളെ പറയാനുള്ളൂ. ഒരാളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. അത് പ്രവൃത്തി കൊണ്ടും പരിചയസമ്പന്നരായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബ പശ്ചാത്തലം വെച്ചിട്ടോ ഈ 4-ാം വാർഡിൻ്റെ എല്ലാ മേഖലകളിലും എത്തിപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഞാൻ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും സാധ്യമാക്കാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. പക്ഷേ രണ്ട് കൂട്ടരെയും മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടരെ കൈകാര്യം ചെയ്യുക അങ്ങനെയുള്ള ഒരു കടിഞ്ഞാണിട്ട പ്രവർത്തനം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവത്തില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇലക്ഷൻ ഇന്നലെ നാളെ കഴിയും. കാരണം എൻ്റെ സുഹൃത്തുക്കളും എല്ലാ മിത്രങ്ങളും ഇതുവരെയും ഞാൻ പറഞ്ഞേക്കുന്നതും സംസാരിച്ചേക്കുന്നതും കാര്യങ്ങളെല്ലാം ഈ എൻ്റെ വാർഡിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അതിൻ്റെ രീതിക്ക് കളയുക. പിന്നെ നാളെ ഇലക്ഷനാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ രീതിയിൽ അതിൻ്റെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയാനുള്ളത്. എന്നാലും നമ്മുടെ ലൈഫ് സ്റ്റോറിയുമായിട്ട് നമ്മുടെ നാടിന് വേണ്ടി എൻ്റെ പഴയ ഒരു കൂട്ടുകാരനും കൂടിയായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. എന്തായാലും മൊബൈൽ ചിഹ്നം നിങ്ങൾ മറക്കണ്ട, 4-ാം വാർഡ് ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. വിലപ്പെട്ട ഈ തിരക്കിനിടയിലും അല്പനേരം നമുക്ക് വേണ്ടി മാറ്റി വെക്കാൻ കഴിഞ്ഞു. എന്തായാലും അടിപൊളിയാവട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം.